ഒരു 5-8 വർഷമായിട്ട് ഞാൻ സ്ഥിരം ഇവിടുന്ന് ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിക്കുന്നതാണ്. അതൊരു വേറൊരു ലെവലാണ് അവിടുത്തെ പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, പഴയൊരു ആ ബീഫ് കറി നമ്മൾ കഴിച്ചത് ഇവിടെ വന്നിട്ടാണ് കുറേ കാലത്തിന് ശേഷം. നമ്മൾ പണ്ടും പല കടയിൽ നിന്നും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ ആ ഒരു ഫ്രൈയുടെ ഒരു ഇത് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ വാപ്പയാണ് ഇത് നടത്തിയിരുന്നത്. പുള്ളി ഇപ്പോൾ ഒരു 4-5 മാസം മുമ്പേ മരിച്ചത്. അപ്പോൾ ഹോട്ടൽ പൂട്ടി വിചാരിച്ചതാണ്. നമുക്ക് ആ സമയത്ത് പൂട്ടിയ സമയത്ത് ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. ആ മകൻ വാപ്പ മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പേ ദുബായിക്ക് പോയത്. അവൻ തിരിച്ചു വന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും റീഓപ്പൺ ചെയ്തു. അപ്പോഴാണ് ഒരു ഇതായത്. അത്യാവശ്യം എന്താ വെച്ചാൽ ഇവിടുത്തെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകാൻ പ്രയാസമാണ്. നമ്മുടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ലൈവ് പൊറോട്ടയാണ്. കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പൊറോട്ട ബീഫ് കറിയാണ്. പിന്നെ നമ്മുടെ കസ്റ്റമറുകൾ അങ്ങനെയുള്ള കസ്റ്റമറാണ്. അത് നിങ്ങൾക്ക് അറിയാം. രാവിലെ ഒരു വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുകളെ നിങ്ങൾക്ക് അറിയാം. ചോദിച്ചാൽ നമ്മുടെ ഫുഡിൻ്റെ അഭിപ്രായം. നമ്മുടെ ബീഫ് ഫ്രൈയും ബീഫ് കറി പൊറോട്ടകളൊന്ന് കഴിച്ചു നോക്കി. നമ്മൾ ജനങ്ങൾ ഇവിടെ വന്ന് കഴിക്കുന്നതിൻ്റെ എന്താണ് നിങ്ങൾക്ക് അപ്പോൾ അറിയും. ഇതേ പോണ വണ്ടി ട്രാവലറൊക്കെ നിർത്തി നമുക്ക് കസ്റ്റമറുകൾക്ക് നമുക്കുണ്ട്. പിന്നെ ഞായറാഴ്ച ശനി ഞായറുകൾ കസ്റ്റമർ കൂടുതലുണ്ടാവും. പിന്നെ മീൻ മുളകിട്ടത്, ചിക്കൻ കറി, ബീഫ് കറി, ചിക്കൻ മസാല. പിന്നെ ബിരിയാണി നമുക്കൊരു 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ടാക്കും. റെഡിയാവും ബിരിയാണി. അത് രാത്രി 10 മണി കട പൂട്ടുന്നവരുണ്ടാവും. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, എഗ്ഗ് ബിരിയാണി. ഒരു നാടൻ സ്റ്റൈലിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു നാടൻ ഫുഡാണ്. അതായത് വേറെ മായങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കില്ല. നമ്മൾ തന്നെ മസാലയൊക്കെ തയ്യാറാക്കി ഇവിടെ തന്നെ നമ്മൾ അരച്ചുണ്ടാക്കുന്ന ഒരിതാണ്. ഇത് മണ്ണാർക്കാട്, കോങ്ങാട്, ടിപ്പു സുൽത്താൻ റോഡ്, ഉമ്മനഴി പറഞ്ഞ സ്ഥലത്താണ്. എല്ലാവരും വരിക നമ്മുടെ കടയിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് നോക്കി.